പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എടാ ഈ പറയുന്ന സാധനങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ വന്ന് തിരിച്ചു പോണെങ്കിൽ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടോന്ന് ബണ്ണാരം നോക്കില്ലേ? നിങ്ങളപ്പോ ആരെങ്കിലും ഇതിന് മുമ്പ് വന്ന് അത് മറന്നുകൊണ്ട് പോയതാണ്. അത് അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ പോലീസ് പ്രതികളെയും കൊണ്ടുവരുന്ന പല സാഹചര്യങ്ങളും നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ടാകാം. പോലീസ് പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പിന് വേണ്ടി വരുന്ന സമയത്ത് ചിലർ വളരെ കൂസലില്ലാതെ നിൽക്കുന്നതാണ്. ചില പ്രതികൾക്ക് നേരെ ജനം അക്രമാസക്തമാകുന്നത് കാണാം. ചില പീഡന കേസിലെ പ്രതികളെയും കൊലപാതക കേസിലെ പ്രതികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിൽ ജനം അക്രമാസക്തമാകുന്നത് കാണാം. ഇന്ന് അത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് നടന്നു. കൊരട്ടി, അന്നനാട് പ്രദേശങ്ങളാണ് ഈ തെളിവെടുപ്പ് നടന്നത്. ഈ തെളിവെടുപ്പ് നടന്നപ്പോൾ പ്രതിയും കൊണ്ട് പോലീസ് ആദ്യം എത്തിയത് കൊരട്ടിയിലാണ്. കൊരട്ടി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മമ്മൂസ് ബേക്കറിയുടെ പരിസരത്തേക്കാണ് ആദ്യം കൊണ്ടുവന്നത്. ഈ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 ഡിസംബർ 29 പുലർച്ചെ 2:30-30 നടന്ന മോഷണങ്ങൾ, അതായത് കൊരട്ടിയിലെ ഈ മമ്മൂസ് ബേക്കറി, അതുപോലെ തന്നെ അന്നനാടുള്ള കപ്പേലയുടെ സമീപമുള്ള താമസിക്കുന്ന ഒരു വീട്ടിലെ ആളുടെ ബൈക്ക് മോഷണ കേസിലെ പ്രതി, അതുപോലെ തന്നെ അന്നനാട് വേലുപ്പള്ളി ക്ഷേത്രത്തിലെയും കൊടുങ്ങാപ്പുഴ ക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങൾ പൊളിച്ച് അതിൽ നിന്നും പണം അപഹരിച്ച കേസിലെ പ്രതി, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പള്ളിപ്പുറം നികർത്ത് വീട്ടിൽ വിനോദ് മകൻ അജയ് 18 വയസ്സെന്ന ചെറുപ്പക്കാരനെയാണ് ഈ കൊരട്ടിയിലെ മമ്മൂസ് ബേക്കറിയിലേക്ക് ആദ്യം കൊണ്ടുവന്നത്. യാതൊരുവിധ കൂസലുമില്ലാതാണ് ഈ പ്രതി അവിടെ എത്തിയത്. പോലീസ് സംഘം കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്തൊക്കെ പോയി കൃത്യമായി തന്നെ കാര്യങ്ങൾ ആൾ പറയാണ്. ഇവിടെ നിന്ന് ഞാൻ ഇന്ന സാധനങ്ങൾ എടുത്തു. മമ്മൂസ് ബേക്കറിയിൽ നിന്നും ഏകദേശം 1 ലക്ഷത്തിന് മേലെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് അപഹരിച്ചത്. വാച്ച്, അതുപോലെ തന്നെ ഒരു 900 രൂപ, പിന്നെ കുറച്ച് ഈന്തപ്പഴവും മോഷ്ടിച്ചു. അത് മോഷണത്തിനൊക്കെ പോണ സമയത്ത് കുറിക്കാനെന്ന് എന്തെങ്കിലും വേണം, അതുകൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും നല്ല വിലപിടിപ്പുള്ള വാച്ചുകളും അതുപോലെ തന്നെ പണവും അപഹരിച്ചിട്ടാണ് ടിയാൻ അവിടെ നിന്നും സംഘങ്ങളുടെ കൂടെ പുറപ്പെടുന്നത്. എറണാകുളത്ത് നിന്നും മോഷ്ടിക്കപ്പെട്ട ബൈക്കുമേയാണ് ഈ സംഘം വന്നിട്ടുള്ളത്. ഈ സംഘത്തിൽ 3 പ്രായപൂർത്തിയാകാത്തവരും പിന്നെ അജയും. ഇവർ തന്നെയാണ് കാക്കാതുരുത്തിയിലും ഇരിഞ്ഞാലക്കുടയിലെ സമീപ പ്രദേശങ്ങളൊക്കെ തന്നെ മോഷണം നടത്തിയിട്ടുള്ളത്. അതിൽ മറ്റൊരു കൂട്ടാളി കൂടി അജയുടെ ഉണ്ടായിരുന്നു, സൂര്യജിത്ത് 25 വയസ്സ്. ആ പ്രതിയെയും പിടികൂടിയിട്ടുണ്ട് കാട്ടൂർ പോലീസ്. അപ്പോൾ ഇതിനുശേഷം ഈ കൊരട്ടിയിലെ മമ്മൂസ് ബേക്കറിയിലെ മോഷണത്തിന് ശേഷം അവിടുന്ന് കാതിക്കുളം വഴി പിന്നെ പോകുന്നത് നേരെ ഈ അന്നനാട് കപ്പലയുടെ സമീപമുള്ള ഒരു സർജിക്കൽ ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളുടെ വീട്ടിലേക്കാണ്. അവിടെ 70,000 രൂപയുടെ വിലപിടിപ്പുള്ള ഒരു ബൈക്ക്, ആ ബൈക്കിൽ ചാവി അടക്കം വെച്ചിട്ടാണ് ഈ ബൈക്കിൻ്റെ ഉടമ വെച്ചിരുന്നത്. കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ബൈക്ക് മോഷ്ടിക്കാൻ വേണ്ടി വരുന്നത്. ആ ബൈക്ക് മോഷ്ടിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ആ ബൈക്കിൻ്റെ സൈലൻസർ വളരെ മനോഹരമായിരുന്നു എന്നാണ് തെളിവെടുപ്പിനിടയിൽ പ്രതി പറഞ്ഞത്. നല്ല മനോഹരമായിട്ടുള്ള ഈ സൈലൻസർ കണ്ടപ്പോൾ അത് അടിച്ചു മാറ്റാൻ തോന്നി. ഉടനെ അവിടെ നിന്ന് ബൈക്ക് അടിച്ചു മാറ്റുന്നു. അതിനുശേഷം നേരെ പോകുന്നത് വേലുപ്പള്ളി ക്ഷേത്രത്തിൻ്റെ ആ ജംഗ്ഷൻ റോഡ് തുടങ്ങുന്ന ഭാഗത്താണ്. അവിടെ വെച്ചിരുന്ന കൊടുങ്ങാപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് അതിൽ നിന്ന് പണം അപഹരിച്ചു. തുടർന്ന് വേലുപ്പള്ളി ക്ഷേത്രത്തിലെത്തുകയും ആ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള ഭണ്ഡാരം തുറന്ന് അവിടുത്തെ പണം അപഹരിച്ചു. തുടർന്ന് അകത്ത് കയറി പല ഭണ്ഡാരങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 12,000 രൂപ, ആകെ 12,000 രൂപയ്ക്ക് അടുത്തുള്ള പണം അപഹരിച്ചു. അവിടെ തെളിവെടുപ്പ് കൊണ്ടുവന്നപ്പോൾ യാതൊരുവിധ സങ്കോചമില്ലാതെ കൃത്യമായ കാര്യങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ അവിടുത്തെ ക്ഷേത്രഭാരവാഹി ചോദിച്ചു, കുറേയധികം പണം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ മറ്റ് സാധനങ്ങളുണ്ടായി, അപ്പോൾ നിങ്ങൾ അത് അപഹരിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചെറിയ ബാഗായിരുന്നു, ഞങ്ങൾ കൊണ്ടുവന്ന ബാഗ് ഏകദേശം ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞു മോഷണം അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ബാക്കിയുള്ളത് മോഷ്ടിക്കാതിരുന്നത്. അപ്പോൾ ക്ഷേത്രഭാരവാഹി പറഞ്ഞു, ഇനി അടുത്ത ഏതെങ്കിലും ശ്രമങ്ങൾക്ക് പോകുമ്പോൾ കുറച്ചുകൂടി വലിയ ബാഗ് കരുതിക്കോളൂ. എന്തായിരുന്നാലും അവിടുന്ന് പ്രതിയെ എടുത്ത് വണ്ടി കയറുന്നതിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ ബാക്ക് ഹിസ്റ്ററി ചോദിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. SSLCക്ക് പഠിക്കുമ്പോൾ 70% മാർക്കുള്ള വ്യക്തിയായിരുന്നു ഈ അജയ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രതി. പക്ഷേ അതിനുശേഷം ഈ കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ സൗഹൃദ വലയത്തിൽപ്പെടുകയും അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. പിന്നീട് ഏകദേശം 9 മേലെ കേസുകളിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി സങ്കേതത്തിൽ പാർപ്പിച്ച കേസിൽ പ്രതിയാണ്. 4 ബൈക്കുകൾ മോഷ്ടിച്ചിട്ടുണ്ട്, ഭണ്ഡാരങ്ങൾ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാക്കാതുരുത്തിയിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് 50,000 രൂപ മോഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ പല പ്രദേശങ്ങളിൽ നിന്നും അന്തർജില്ലാ സംസ്ഥാന മോഷ്ടാക്കളുടെ ഇടയിൽ ഈ അജയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഇടം നേടിയിരിക്കുന്നു. എന്നാൽ പോലീസ് വെറുതെയല്ല, കേരള പോലീസ് എടുക്കുന്ന എഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളാരും മനസ്സിലാക്കാതെ പോകുന്ന സംഭവമുണ്ട്. ഈ മോഷ്ടാക്കളെ പിടികൂടുന്നതിന് വേണ്ടി കൃത്യമായിട്ട് തന്നെ പ്ലാൻ വരച്ചുകൊണ്ട് കൃത്യമായി തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേരള പോലീസിൽ ഇടപെട്ട് കാട്ടൂർ പോലീസ് ആദ്യം തന്നെ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളി സൂര്യജിത്തിനെ പിടികൂടി. പിന്നീട് ബാക്കിയുള്ള പ്രതികളെ കൂടി പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊരട്ടിയിലെ വിഷയത്തിൽ ഇനി 3 ജൂനിയർ പ്രതികളുണ്ട്. അതിൽ ഒരാളെ കൂടി മാത്രമാണ് പിടികൂടാനുള്ളത്. ബാക്കി എല്ലാ പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. ഈ സൂര്യജിത്ത് ഉൾപ്പെടെയുള്ള ഈ പ്രതികളെ, സൂര്യജിത്ത് അതുപോലെ തന്നെ അജയ് എന്നീ പ്രതികളെ പിടികൂടിയത് കാട്ടൂർ പോലീസാണ്. അതിനുശേഷം കൊരട്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിക്കുകയായിരുന്നു പ്രതികളെ. അന്വേഷണ സംഘത്തിൽ കൊരട്ടി SHO അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർ ഷിബു CP, ASI നാഗേഷ് KC, സീനിയർ CPO അഭിലാഷസ്, CPO അർജുൻ സുഗതൻ, ഹോംഗാർഡുമാരായ ജയൻ തോമസ് എന്നീ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ പ്രതികളെ പിടികൂടുന്നതിന് പോലീസ് എടുത്ത എഫേർട്ടിന് അതിനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കൃത്യമായി തന്നെ ഇത്തരം പ്രതികളെ പിടികൂടി നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് സംഭവമാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്,
നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ജുവനൈലായിട്ടുള്ള പ്രതികളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഈ 18-നും 25 വയസ്സിനും ഇടയിലുള്ള യുവാക്കൾ അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇതുപോലെയുള്ള നിരവധി മോഷണ കേസുകളിൽ പ്രതിയാകുന്ന ഒരു അവസ്ഥയും വർദ്ധിക്കുന്നുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികളാണ് ഇതിൽ പെടുന്നത്. ഇപ്പോൾ ഈ അജയ് എന്ന് പറയുന്ന ഈ പ്രതിയുടെ തന്നെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കുമ്പോൾ അയാൾ ഈ പറയുന്ന കഞ്ചാവ് ലഹരി മാഫിയയുടെ ഇടയിൽപ്പെട്ടപ്പോഴാണ് അയാൾ ഇത്തരം അവസ്ഥയിലേക്ക് വരുന്നത്. എത്രയോ ചെറുപ്പക്കാരുടെ ജീവിതമാണ് ഈ ലഹരി സംഘങ്ങളും സൗഹൃദ സംഘങ്ങളും ലഹരിയും ഒക്കെ തന്നെ നശിപ്പിച്ച് കളയുന്നത്. തീർച്ചയായിട്ടും സമൂഹത്തിനും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു ബാധ്യതയുണ്ട്. എന്തായിരുന്നാലും പോലീസും സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളും മറ്റാളുകളൊക്കെ ചേർന്ന് യുവാക്കളെ ഇങ്ങനെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ലഹരി കഞ്ചാവ് മാഫിയകളെ ഒറ്റപ്പെടുത്താനായിട്ടുള്ള തീവ്രമായ ഇടപെടലിലേക്ക് മാറണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.